കുറച്ച് ദിവസമായിട്ട് ഞാനൊരു കമൻറ്റ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കൂ എന്നുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റത്തെ പറ്റി കേൾക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പിൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പിൻട്രസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സാണ് നേരത്തെ കണ്ടതൊക്കെ. കുറച്ചധികം റെഫറൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രീം ക്യാച്ചറിന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഇല്ല എന്നാണ്. കാരണം വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഡ്രീം ക്യാച്ചർ ഐഡിയാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സീഷൽസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ പരിപാടി ഒരേ ലെങ്ത്തിൽ ഒരു 5 ത്രെഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് പേൾസ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സീഷെൽ എടുത്തിട്ട് 2 എണ്ണം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഹാഫ് ഓപ്പൺ എന്നുള്ള രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇടയിൽ ആ ത്രെഡ് വരുന്ന പോലെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി അടിഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ടാസൽസ് ഉണ്ടാക്കാം. ടാസൽസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു കാർഡ്ബോർഡ് എടുക്കുക, ഇങ്ങനെ ചുറ്റി കൊടുക്കുക, അതിൽ നിന്ന് ഊര 2ആയിട്ട് മടക്കിയിട്ട് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ 5 എണ്ണം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി മുകളിലത്തെ ആ ഒരു ടോപ്പ് പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള സീഷെൽസ് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി ബാക്കിയുള്ള ബേർഡ്സിനെ ഞാൻ ആ ഗ്യാപ്പ് കണ്ട ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇനി ആ 5 സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് ഇതിലേക്കൊന്ന് കെട്ടി കൊടുക്കുക. പിന്നെ ടോപ്പ് പോർഷനിൽ ഇത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ത്രെഡും കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായിടാ. ഇതിനെ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രീം ക്യാച്ചറിനൊന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കിടിലൻ ഡെക്കോറായിട്ട് ഇത് യൂസ് ചെയ്യാം. നമ്മൾ ഡോറിൻ്റെ ഒക്കെ കയറുന്ന ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇനി ഇങ്ങനത്തെ വെറൈറ്റി സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.